മറ്റു വാർത്തയിലേക്ക്. കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിലുണ്ടായ ശക്തമായ മഴയിൽ ഇരുവഴിഞ്ഞി പുഴയിൽ മലവെള്ളപ്പാച്ചിൽ. മുക്കം, കാരശ്ശേരി, കൊടിയത്തൂർ എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വലിയ മഴയാണ്. വടക്കൻ കേരളത്തിലടക്കം വലിയ മഴ മുന്നറിയിപ്പുണ്ടായിരുന്നു. വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും മിക്ക ജില്ലകളിലും ശക്തമായ മഴ ഇന്ന് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. മഴ ഒട്ടും കുറയുന്നില്ല. വിവിധ ജില്ലകളിലായി ശക്തമായ മഴ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ കോഴിക്കോട്ട് ആണ് ഈ മുക്കം, കാരശ്ശേരി, കൊടിയത്തൂർ എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയ പശ്ചാത്തലമുണ്ടാകുന്നത്. കാലവർഷം അതീവ ശക്തിയോടുകൂടി വിവിധ ജില്ലകളിൽ പെയ്യുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഗുലാം നബി ആസാദ് ഉണ്ട്. എന്താണ് വിവരങ്ങൾ? രാത്രി മുതലാണ് മഴ ശക്തമായി ഈ മലയോര മേഖലയിൽ ആരംഭിച്ചത്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ രാവിലെയും ശക്തമായ മഴയാണ് പെയ്തത്. മഴയെ തുടർന്ന് മലയോര മേഖലയിലെ വനമേഖലയിൽ ശക്തമായ മഴ പെയ്തതോടെ ഇരുവഴിഞ്ഞിപ്പുഴയിൽ ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും പുഴ കരകവിയുന്ന അവസ്ഥയുമാണ് ഇപ്പോൾ ഉള്ളത്. ഇരുവഴിഞ്ഞിപ്പുഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ചെറിയ തോതിൽ കയറി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോടഞ്ചേരി പഞ്ചായത്തിലെ ചെമ്പുകടവില് പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടഞ്ഞി പഞ്ചായത്തിലെ കൂമ്പാറ പ്രദേശങ്ങളിലും കൂമ്പാറ പുഴയിലും മലവെള്ളപ്പാച്ചിൽ ശക്തമായ മലവെള്ളപ്പാച്ചിലാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഇപ്പോഴും മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ. ഈ വെള്ളം പല വീടുകളിലും കയറിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. ഈ കഴിഞ്ഞ കുറെ നാളുകളായി ഈ മേഖല അനുഭവിക്കുന്ന പ്രശ്നമാണല്ലോ. ഈ കാലവർഷക്കാലത്തുടനീളം ദുരിതമനുഭവിക്കുന്ന മേഖലകളാണല്ലോ ഇത്. ഇവിടെ ഇപ്പോഴും മഴയ്ക്ക് ഒട്ടും കുറവില്ല, കെടുതിക്ക് ഒട്ടും കുറവില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗുലാം നബി ആസാദ്, ഈ തുടർച്ചയായിട്ട് മഴ പെയ്യുന്നതോടെ ഈ മാവൂർ മേഖലകളിലാണ് ഈ വെള്ളക്കെട്ട് കൂടുതലായിട്ടും അനുഭവപ്പെട്ടിരുന്നത്. എന്നാൽ ഈ പുഴയിൽ ഈ മഴ ആരംഭിച്ചതു മുതൽ പുഴയിൽ വലിയ തോതിൽ ജലനിരപ്പ് താഴാതെ നിൽക്കുന്ന അവസ്ഥയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായിട്ടുണ്ടായ ശക്തമായ മഴയുമാണ് ഇപ്പോൾ ഈ ജലനിരപ്പ് പുഴയിൽ ഉയരാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ചാലിയാർ പുഴയിലും ശക്തമായ വെള്ളം ജലനിരപ്പ് ഉയരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇരുവഴിഞ്ഞിപ്പുഴ, ചെറുപുഴ പോലുള്ള ചെറിയ പുഴകളിൽ നിന്നും ഒഴുകി ചാലിയാറിലേക്ക് എത്തുന്ന വെള്ളം ഒഴുകിപ്പോവാൻ തടസ്സം നേരിടുന്നതും ഈ ഇരുവഴിഞ്ഞിപ്പുഴയിലെയും ചെറുപുഴയിലെയും എല്ലാം ജലനിരപ്പ് ഉയരാൻ കാരണമാണ്. ശരി. കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വലിയ തോതിൽ വെള്ളം കയറിയ പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ വലിയ ദുരിതം ആ മേഖലകളിൽ തുടരുന്നു എന്നാണ് ഗുലാം നബി ആസാദ് റിപ്പോർട്ട് ചെയ്യുന്നത്.